2014 കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഒറ്റയ്ക്ക് അധികാരമേറ്റതിന് ശേഷമുള്ള സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പല വിധിന്യായങ്ങളും തുടർ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ചലനങ്ങളുണ്ടാക്കിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശബരിമല മയമായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും എന്ന് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ ടൈം ലൈൻ ക്രമീകരണത്തോടുകൂടി ഉറപ്പായി കഴിഞ്ഞു. സുപ്രീം കോടതി വിധി ലംഘിച്ചുകൊണ്ട് ശുദ്ധിക്രിയ നടത്താൻ തന്ത്രിക്ക് ആരാണ് അധികാരം നൽകിയത്? സുപ്രീം കോടതി വിധിയോട് വിയോജിപ്പുണ്ടെങ്കിൽ തന്ത്രി ആ സ്ഥാനം രാജിവെച്ച് പോവുകയാണ് വേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതിൻ്റെ പേരിൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ഞങ്ങൾ അനുകൂലമാണ് എന്ന ഒരു നിലപാട് CPM സർക്കാരോ ഇടതുപക്ഷമോ ഇനി എടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഗതം ജോയിൻ ദ സ്റ്റോറിയിലേക്ക്. ശബരിമലയിൽ പ്രായഭേദമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന 2018 സുപ്രീം കോടതി വിധി കേരളത്തിലുണ്ടാക്കിയ കോളിളക്കങ്ങൾ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും. അതൊരു ക്രമസമാധാന പ്രശ്നമായി, രാഷ്ട്രീയ പ്രശ്നമായി, രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ആയുധമായി ഒക്കെ ഉപയോഗിക്കപ്പെട്ടു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന, ഇപ്പോഴും ഭരണത്തിൽ തുടരുന്ന LDF നേട്ട വലിയ പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നായി ശബരിമല സ്ത്രീ പ്രവേശന വിധി നടപ്പാക്കാൻ ശ്രമിച്ചത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തു. 8 വർഷത്തിന് ശേഷം 2026 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ നിൽക്കെ സുപ്രീം കോടതി വീണ്ടും ഇതേ കേസ് പരിഗണനയ്ക്കെടുക്കുന്നു. 2019 രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5 അംഗ ഭരണഘടനാ ബെഞ്ച് ശബരിമല സ്ത്രീ പ്രവേശന വിധി, പ്രായഭേദമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകിയ 2018 വിധി പുനഃപരിശോധിക്കണം എന്ന് 3:2 ഭൂരിപക്ഷ പ്രകാരം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 9 അംഗ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് അത് വിശദമായി വാദം കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ നേതൃത്വത്തിൽ 9 അംഗ ബെഞ്ച് രൂപീകരിക്കാൻ തീരുമാനമായിരിക്കുന്നു. അതിൻ്റെ ഷെഡ്യൂളും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വരുന്ന മാർച്ച് 14 മുമ്പ് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനം സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാർ കൂടിയാണ്. അവർ മാർച്ച് 14 അവരവരുടെ നിലപാടുകൾ സുപ്രീം കോടതിയെ അറിയിക്കണം. ഏപ്രിൽ 7 മുതൽ ഇതിൽ വാദം കേൾക്കൽ തുടങ്ങും. 7 മുതൽ 9 വരെ ഈ റിവ്യൂ, അതായത് ഈ വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെടുന്നവരുടെ ഭാഗമാണ് കേൾക്കുക. ഏപ്രിൽ 14 മുതൽ 16 വരെ, ഏപ്രിൽ 7 മുതൽ 9 വരെ റിവ്യൂ വേണം എന്നാവശ്യപ്പെടുന്നവരുടെ ഭാഗം കേൾക്കുമ്പോൾ ഏപ്രിൽ 14 മുതൽ 16 വരെ 2018 വിധിന്യായം, പ്രായഭേദമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധിന്യായം നിലനിൽക്കണം എന്ന് വാദിക്കുന്നവരുടെ ഭാഗമായിരിക്കും കേൾക്കുക. അതിനുശേഷം ഏപ്രിൽ 16 ശേഷം സുപ്രീം കോടതി തന്നെ നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ അഭിപ്രായങ്ങൾ കോടതി കേൾക്കും. മറ്റെന്തെങ്കിലും ഈ കക്ഷികൾക്ക് എഴുതി നൽകാനുണ്ടെങ്കിൽ അതും കേൾക്കും. ഏപ്രിൽ 22 ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ച് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. സൂര്യകാന്തിൻ്റെ നേതൃത്വത്തിൽ 9 അംഗ ബെഞ്ചിൽ ആരൊക്കെ ഉൾപ്പെടും? ഏറ്റവും സീനിയറായിട്ടുള്ള, ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ജഡ്ജസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ഉടനടി പുറത്തു വരികയും ചെയ്യും. 2 രീതിയിലാണ്. ഒന്ന്, നിയമപരമായ ഇതിൻ്റെ പരിശോധന എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. 7 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ശബരിമലയിലെ പ്രായഭേദമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം എന്നുള്ളതിനൊപ്പം മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശം, അതുപോലെ ഒരു വിഭാഗത്തിലെ സ്ത്രീകളുടെ ചേലാകർമ്മം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. മറ്റൊന്ന്, പാസി വിഭാഗത്തിന് പുറത്ത് വിവാഹം ചെയ്ത സ്ത്രീകൾക്ക് അവരുടെ പാസി വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളിൽ കയറി ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം. ഇത് സംബന്ധിച്ചുള്ള ഹർജികൾ കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ വിശാലമായ പരിഗണന സുപ്രീം കോടതി നടത്താൻ പോകുന്നത്. ഇത് നിയമപരമായ കാര്യം. മറ്റൊന്ന്, കേരളത്തിലെ പ്രായോഗിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. LDF സർക്കാർ എന്ത് നിലപാടെടുക്കും? 2018 വിധിയെ പിന്തുണച്ചതുപോലെ എല്ലാവർക്കും തുല്യത വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? 2007 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞതുപോലെ തുല്യതയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ആ മതത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതർ അവരുടെ ഒരു സമിതി ഉണ്ടാക്കി വിദഗ്ധ അഭിപ്രായം രൂപീകരിച്ചതിന് ശേഷം തീരുമാനമെടുക്കണം എന്നത് ആവർത്തിക്കുമോ? ഇതൊക്കെ കൗതുകരമാണ്. ഇതിലെന്ത് നിലപാടെടുത്താലും അത് രാഷ്ട്രീയമായി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. എന്ത് നിലപാടാണ് സർക്കാരിൻ്റേത് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തന്നെ വ്യക്തമാക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബഷീർ, നമ്മളിതിനെ
ഏത് വിധത്തിൽ ആദ്യം നോക്കണം? നിയമപരമായി നോക്കണോ അതോ രാഷ്ട്രീയമായി നോക്കണോ? എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മറ്റെല്ലാ പ്രശ്നങ്ങളും മാറ്റിവെക്കപ്പെടുകയും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട ഒറ്റ പ്രശ്നത്തിലേക്ക് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടി ഒതുങ്ങുകയും ചെയ്യും എന്നതുകൊണ്ട് ആ ആസ്പെക്ട്സ് ആദ്യം നോക്കുന്നതായിരിക്കും നല്ലത്. അല്ല, അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പടി എന്നിവയിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു. അത് മോഷണം നടന്നത് 2 LDF സർക്കാരുകളുടെ കാലത്താണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണങ്ങൾ LDF സർക്കാർ ഇപ്പോൾ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ശബരിമല കേന്ദ്രീകൃതമാവുകയാണ്. നമ്മൾ നേരത്തെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ ശബരിമലയിലേക്കും 2018 സുപ്രീം കോടതി വിധിയുടെ റിവ്യൂവിലേക്കും എത്തുകയാണ് എന്നാണ്. സർക്കാരിൻ്റെ ഭാഗത്തുള്ള പാനിക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കാര്യം എനിക്ക് കൗതുകരമായി തോന്നിയത്, 2018 ഇതിൻ്റെ വിധി വരുന്നു, ആദ്യത്തെ വിധി വരുന്നു, അതായത് എല്ലാവർക്കും പ്രവേശനം വേണം എന്ന വിധി വരുന്നു. 2019 ഇത് റിവ്യൂ ചെയ്യണം, പുനഃപരിശോധിക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം 2020 അന്ന് ജസ്റ്റിസ് SA ബോബ്ഡെ ആണ് ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 9 അംഗ ബെഞ്ച് രൂപീകരിക്കപ്പെടുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ നടപടികളൊന്നും മുന്നോട്ട് പോയിരുന്നില്ല. 2026 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് വിശദമായി പരിഗണിക്കാൻ, വാദം കേൾക്കാൻ തീരുമാനിക്കുന്നു. അതിൽ ഡേറ്റുകൾ തീരുമാനിക്കപ്പെടുന്നതും കൗതുകരമാണ്. കാരണം മാർച്ച് 14-നകം എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നാണ് പറയുന്നത്. ആകസ്മികമായിട്ടാണെങ്കിലും കോടതിയും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നത് പോലെ തോന്നും, പങ്കെടുക്കുന്നത് പോലെ തോന്നും. ആകസ്മികമാണോ എന്നുള്ള കാര്യത്തിലും എനിക്ക് ചില സന്ദേഹങ്ങളുണ്ട്. കാരണം വെച്ചാൽ മുൻകാലത്ത് ഈ കോടതി ഈ 2014 കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഒറ്റയ്ക്ക് അധികാരമേറ്റതിന് ശേഷമുള്ള സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പല വിധിന്യായങ്ങളും തുടർ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ചലനങ്ങളുണ്ടാക്കിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സബ്ജക്ട്സ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വിധിച്ചു പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇലക്ട്രൽ ബോണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വിധിന്യായം എന്നുള്ള മട്ടിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. അത് ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം റദ്ദാക്കി. എന്നാൽ ഒരു ഭാഗം ആ വിധിന്യായത്തിൽ നിന്ന് മാറി നിന്നിരുന്നു. അതായത് ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ഏതൊക്കെ പാർട്ടികൾക്ക് ഗുണമുണ്ടായി, ആരാണിത് കൊടുത്തത്, അവർക്കെന്ത് നേട്ടമുണ്ടായി, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളൊരു പാർട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് വിധി വന്നത്. അപ്പം ഇതിൻ്റെ ഗുണം ബേസിക്കലി BJPക്ക് കിട്ടി എന്ന് എങ്കിലും നമുക്ക് അത് ആകസ്മികത ആയി മാത്രം കണക്കാക്കാം. കോടതിയുടെ ഈ ടൈം ലൈനിൻ്റെ ക്രമീകരണം പോലും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നാടകീയത കൂട്ടുന്നു എന്ന് മാത്രം തൽക്കാലം നമുക്ക് പറയാം. പക്ഷേ ആ നാടകീയത കൂട്ടുന്നതിന് വേറെ ചില ഘടകങ്ങൾ കൂടിയുണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരുടെ സന്ദർശനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 22-നാണ് എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. ബംഗാളിൽ ഫെബ്രുവരി 28-നോ 29-നോ, ഈ വർഷം 28-ആണോ 29-ആണോ എന്ന് എനിക്കിപ്പോൾ തിട്ടമില്ല, എന്താണെങ്കിലും ഫെബ്രുവരിയിലെ ലാസ്റ്റ് ദിവസമാണ് അവിടുത്തെ SIRൻ്റെ കരട് പട്ടിക, അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. അതിനുശേഷമേ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ സന്ദർശനത്തിന് എത്തുന്നുള്ളൂ. അതായത് മേ ബി ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യ വാരമോ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അവിടെ എത്തുള്ളൂ. ഈ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് ഡേറ്റുകൾ പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ ഈ മാർച്ച് 14-നോട് അടുപ്പിച്ച് മാത്രമേ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനുള്ള വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താനിടയുള്ളൂ എന്നാണ് എൻ്റെ നിഗമനം. അങ്ങനെയാണെങ്കിൽ ഈ മാർച്ച് 14 തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുടനീളം ഈ സംഭവമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായി വരാൻ പോകുന്നത്. അതിനുള്ള ടാക്ടിക്സ്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നതായിരിക്കും 3 മുന്നണികളുടെയും അവരുടെ തുടർന്നുള്ള ആലോചന എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശബരിമല മയമായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും എന്ന് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ ടൈം ലൈൻ ക്രമീകരണത്തോടുകൂടി ഉറപ്പായി കഴിഞ്ഞു. റൈറ്റ്. ഈ ശബരിമല മയമായിരിക്കും എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ നമ്മൾ ഈ 2018 വിധി വന്നതിന് ശേഷമുണ്ടായ ചില വ്യത്യാസങ്ങൾ നമ്മളൊന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ 2018 വിധി വരുന്ന സമയത്ത് BJPയും കോൺഗ്രസും അടക്കം, തുടക്കത്തിൽ BJPയും കോൺഗ്രസും അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രായഭേദമില്ലാതെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ്. RSS നേരത്തെ മുതൽ തന്നെ ആ നിലപാടാണ് എടുത്തിരുന്നത്, ഈ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അന്നും ഇപ്പോഴും ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായരുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ തെരുവിൽ നാമജപ ഘോഷയാത്ര നടത്തിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നതിൻ്റെ തൊട്ടു പിറകെ ഈ കോൺഗ്രസും BJPയും ഇക്കാര്യത്തിലുള്ള നിലപാട് മാറ്റുന്നു. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കപ്പെടുകയാണ് വേണ്ടത് എന്ന സ്റ്റാൻഡിലേക്ക് മാറുന്നു. ഇതിനിടയ്ക്ക് കോഴിക്കോട് ചേർന്ന BJPയുടെ ഒരു നേതൃയോഗത്തിൽ
അന്ന് BJP നേതാവായിരുന്ന PS ശ്രീധരൻപിള്ള ഇതൊരു സുവർണാവസരമാണ് എന്ന് പറയുന്നതിൻ്റെ ഓഡിയോ പുറത്തേക്ക് വരുന്നു. ഈ സുവർണാവസരം ഉപയോഗിക്കാനായിട്ട് കോൺഗ്രസ്സുകാർ കൂടി തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. സ്ത്രീകൾ പ്രവേശിക്കുന്നത് തടയാനായി നിലയ്ക്കലും പമ്പയിലും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ വലിയ സംഘർഷം ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. സുധാകരൻ്റെ നേതൃത്വത്തിൽ അവിടെ ആളുകളെ ഈ സ്ത്രീകൾ പ്രവേശിക്കുന്നത് തടയാനായിട്ട് സ്വരുക്കൂട്ടുന്ന ഇങ്ങനെ വലിയ തോതിലുള്ള ഡ്രാമ ഒരു ഭാഗത്തുണ്ടായി. മറുഭാഗത്ത് നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിച്ച് അതിൻ്റെ ചെയർമാൻ സ്ഥാനം വെള്ളാപ്പള്ളി നടേശന് കൊടുത്തുകൊണ്ട് വലിയ പ്രചരണം LDFിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകുന്നു. മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും റാലികൾ നടത്തി പ്രസംഗിക്കുന്നു. ഭരണഘടന മൂല്യങ്ങൾ സംരക്ഷിക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. തുല്യത എന്നുള്ളത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു അവകാശമാണ്, അത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വിധം പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ തുടർച്ചയിൽ 2 സ്ത്രീകൾ പോലീസ് അകമ്പടിയോടുകൂടി ശബരിമലയിൽ ദർശനം നടത്തുന്നു. അതിന് തുടർന്നും ഡ്രാമ ഉണ്ടാകുന്നുണ്ട്. തൊട്ടുപിറകെ ശബരിമലയിൽ ഒരു ശുദ്ധിക്രിയ നടത്തുന്നു തന്ത്രിയുടെ നേതൃത്വത്തിൽ. അതിൻ്റെ പിറ്റേ ദിവസമോ അന്ന് വൈകുന്നേരമോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് തള്ളിപ്പറയുന്നു. ഇങ്ങനെ ശുദ്ധിക്രിയ, സുപ്രീം കോടതി വിധി ലംഘിച്ചുകൊണ്ട് ശുദ്ധിക്രിയ നടത്തണമെങ്കിൽ ശുദ്ധിക്രിയ നടത്താൻ തന്ത്രിക്ക് ആരാണ് അധികാരം നൽകിയത്? സുപ്രീം കോടതി വിധിയോട് വിയോജിപ്പുണ്ടെങ്കിൽ തന്ത്രി ആ സ്ഥാനം രാജിവെച്ച് പോവുകയാണ് വേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. സാന്ദർഭികവശാൽ ഇന്ന് ആ തന്ത്രി സ്വർണ്ണപ്പാളി കൊള്ളക്കേസിൽ ജയിലിലാണ് എന്ന വസ്തുത. രാജീവ് ഇവിടെ ഇത്രയും വിവരിച്ച ആ കാലം കഴിഞ്ഞു. ആ കാലം കേരള രാഷ്ട്രീയത്തിൽ തന്നെ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ആർക്കും അത്തരത്തിൽ അഭിപ്രായമുള്ളതായി കരുതാൻ കഴിയില്ല. CPIM-നോ ഇടതുപക്ഷത്തുള്ള മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനക്കോ ഇത്തരത്തിൽ ശബരിമലയിലേക്ക് സ്ത്രീകളെ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്ന സുപ്രീം കോടതിയുടെ വിധി ഈ ദിവസം വരെ സ്റ്റാൻഡിംഗ് ആയിരുന്നു. ആ വിധി ഇന്ന് റിവ്യൂവിന് പ്രഖ്യാപിക്കുന്നത് വരെ യഥാർത്ഥത്തിൽ ആ വിധി അതോറിറ്റേറ്റീവ് ആയിരുന്നു. അല്ല, ഇപ്പോഴും അത് അതോറിറ്റേറ്റീവ്. ആ വിധി സ്റ്റേ ചെയ്തിട്ടില്ല. റിവ്യൂ പ്രഖ്യാപിക്കുമ്പോൾ പോലും റിവ്യൂ പ്രഖ്യാപിച്ച ഈ 3 ജഡ്ജിമാർ, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ഖാൻവിൽക്കർ, അതുപോലെ ഇന്ദു മൽഹോത്ര, ഇവർ 3 പേരും റിവ്യൂ വേണം എന്ന് പറയുന്നു. ജസ്റ്റിസ് DY ചന്ദ്രചൂഡും RF നരിമാനും ജസ്റ്റിസുമാരായ ഇവർ 2 പേരും റിവ്യൂ വേണ്ട എന്ന് പറയുന്നു. ഈ ഭൂരിപക്ഷ തീരുമാനപ്രകാരം റിവ്യൂ നടക്കണമെന്ന് പറയുമ്പോഴും ഈ വിധി സ്റ്റേ ചെയ്യപ്പെട്ടിട്ടില്ല. അന്ന് മുതൽ ഇന്നോളം സ്റ്റേ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു വിധി ഉള്ളതായോ അങ്ങനെ ഒരു കാര്യം നടപ്പാക്കപ്പെടേണ്ടതായോ ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും പക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ ശക്തി അങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നില്ല. കേരള രാഷ്ട്രീയം മറിഞ്ഞു കഴിഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ അതിദയനീയമായ പരാജയമാണ് ഈ കാഴ്ചപ്പാടിലുള്ള ഈ മാറ്റത്തിന് കാരണം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ LDF ആ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ കാരണം തെറ്റായി വിലയിരുത്തിയതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എനിക്കും ആ സംശയമുണ്ട്. അന്ന് ശബരിമലയാണോ അന്നത്തെ പരാജയത്തിന് കാരണമെങ്കിൽ അതിന് തൊട്ട് ഉടനെ നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ LDF കൂടുതൽ സീറ്റോടുകൂടി വിജയിക്കുകയാണ് ചെയ്തത്. 21 മാത്രമല്ല, 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും LDF വിജയിക്കുകയാണ് ചെയ്തത്. അതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രത്യേക ജനവിധിയായി അതിനെ LDFന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആകുമായിരുന്നില്ല ഈ ചിന്താഗതി. പക്ഷേ എനിവേ അതിനെ ഏറ്റെടുക്കാൻ സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് ചരിത്രപരം എന്ന് പറഞ്ഞ് വിധിച്ച ആ വിധിയെ, ഒരുപക്ഷെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ തന്നെ വലിയ ലാൻഡ്മാർക്ക് ആകുമായിരുന്ന ആ വിധിയെ ഏറ്റെടുക്കാനോ നടപ്പിലാക്കാനോ ആരുമില്ലാത്ത അന്തരീക്ഷത്തിലാണ് ഈ റിവ്യൂവിന് സുപ്രീം കോടതി പോകുന്നത്. അങ്ങനെ അപ്പം രാജീവ് നേരത്തെ പറഞ്ഞ ആ അന്തരീക്ഷം മുഴുവൻ കേരള രാഷ്ട്രീയത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ ധർമ്മസങ്കടം LDFനെ സംബന്ധിച്ച് 2 തവണ, ഒരു തവണ അല്പം ഒരു അവ്യക്തതയോടുകൂടിയും പിന്നീട് വളരെ കണിശമായും പറഞ്ഞ 2 തവണ സുപ്രീം കോടതിയിൽ പറഞ്ഞ നിലപാട് ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പുറത്ത് LDFനും CPIM സർക്കാരിനും തിരുത്തേണ്ടി വരുമോ എന്ന ധർമ്മസങ്കടമാണ് ഇവിടെ ഉള്ളത്. അതെങ്ങനെ ആ പാർട്ടി മാനേജ് ചെയ്യും? തിരുത്തുമെന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമൊന്നും തോന്നുന്നില്ല. അത്ര വലിയ സമ്മർദ്ദം അന്തരീക്ഷത്തിലുണ്ട്. ഇനിയും തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതിൻ്റെ പേരിൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ഞങ്ങൾ അനുകൂലമാണ് എന്ന ഒരു നിലപാട് CPM സർക്കാരോ ഇടതുപക്ഷമോ ഇനി എടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ ധർമ്മസങ്കടം അവിടെയുണ്ട്. ഇതിൽ പഴയ നിലപാടുകളെയും പുതിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും എന്ന സമ്മർദ്ദം അവിടെയുണ്ട്. അതായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. റൈറ്റ്. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഇന്നിപ്പോൾ നിയമമന്ത്രി കൂടിയായ P. രാജീവിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ
പി രാജീവ് 2007 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലത്തെക്കുറിച്ച് പറയുന്നു. ആ സത്യവാങ്മൂലത്തിൽ തുല്യത എന്നത് ഞങ്ങളുടെ നിലപാടാണ് എങ്കിൽ കൂടി ഇത് ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ചില പണ്ഡിതന്മാരെ വെച്ചുകൊണ്ട് പഠിക്കണം. ആ സമിതിയുടെ അഭിപ്രായം കൂടെ കേട്ടതിന് ശേഷം തീരുമാനമെടുക്കാമെന്നാണ് സുപ്രീം കോടതിയെ അറിയിച്ചത്. അതുതന്നെയായിരുന്നു 2016 ശേഷം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വന്ന സർക്കാരും സ്വീകരിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ഇന്ന് സുപ്രീം കോടതി ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, മാർച്ച് 14 വരെ സമയം കൊടുത്തിട്ടുണ്ട്, അതിനുള്ളിൽ തീരുമാനമെടുത്താൽ മതിയല്ലോ എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന 7 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, റിവ്യൂവിന്റെ അടിസ്ഥാനമായി സുപ്രീം കോടതി ലേ ഔട്ട് ചെയ്തിരിക്കുന്ന 7 സബ്ജക്ട്സ്. അതിൽ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ കൗതുകരമാണ്. അതായത് മതാചാരത്തിന് അല്ലെങ്കിൽ മതവിഭാഗങ്ങൾക്ക് പുറത്തുള്ള ആളുകൾക്ക്, ആ മതവിഭാഗത്തിൻ്റെ ആചാരങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത ആളുകൾക്ക് ഈ മതാചാരത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതു താല്പര്യ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം സുപ്രീം കോടതി പരിഗണിക്കും എന്ന് പറയുന്നുണ്ട്. അതിനെന്ന് പി രാജീവ് പറയുന്നത് അത് പരിഗണിച്ചിട്ട് ഇത്തരം PILകളൊന്നും ഇത്തരം പൊതു താല്പര്യ ഹർജികളൊന്നും സുപ്രീം കോടതിക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഈ ഹർജിയുടെ പ്രശ്നമേ ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം ഒരു വാചകത്തിൽ പറയുന്നത്. അതൊരു ഒരു നിലയ്ക്ക് നോക്കിയാൽ ഒരു നിയമപരമായി അത് ശരിയായിരിക്കാം. പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഒരാശ്വാസത്തിൻ്റെ കണിക ഒരുപക്ഷെ ഈ പോയിന്റ് ഡിസ്കസ് ചെയ്താൽ തന്നെ. രാജീവിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇത് പാടുപെട്ട് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ അവർക്ക് എടുക്കാവുന്ന ഏറ്റവും സേഫായൊരു പോയിന്റാണ് എന്ന് എനിക്കും തോന്നുന്നു. കാരണം 7 സബ്ജക്ട്സ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ തുല്യതയും മതവിശ്വാസവും ഈ 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള 7 പോയിന്റ്സ് ആണ് ഭരണഘടന റിവ്യൂവിന് വെച്ചിരിക്കുന്നത്, മീൻസ് സുപ്രീം കോടതി റിവ്യൂവിന് വെച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ ആദ്യം തീർപ്പുണ്ടാകട്ടെ, സുപ്രീം കോടതിയുടെ അക്കാര്യത്തിലുള്ള നിലപാട് വരട്ടെ, അതിനുശേഷം നമുക്കൊരു അഭിപ്രായം പറയാം, അതിന് സമയമുണ്ടല്ലോ എന്നാണ് രാജീവ് പറയുന്നത്. ഈ പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അതോടുകൂടി ഇത് ഒരു കേരളത്തിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു കേസ് എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തെ മതവിശ്വാസവും മതവിശ്വാസികളുടെ വിശ്വാസ സ്വാതന്ത്ര്യവും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും എങ്ങനെ ഇടകലർന്നിരിക്കുന്നു. ഭരണഘടന നൽകുന്ന മതപരമായ സ്വാതന്ത്ര്യവും ഭരണഘടന തന്നെ നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിൽ ഏത് വിധത്തിലാണ് പൊരുത്തപ്പെടുക, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള വൈരുദ്ധ്യം ഉണ്ടോ ഇല്ല. ഭരണഘടന വ്യക്തികൾക്ക് നൽകുന്ന തുല്യത ആ അവകാശവും വിശ്വാസത്തിന്റെ അവകാശങ്ങളും തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, അത് ഏത് വരെ ഓവർലാപ്പ് ചെയ്യാം, ഈ ക്വസ്റ്റ്യനാണ് ഉന്നയിക്കാൻ പോകുന്നത്. ആ നിലക്ക് ഇത് കുറെ കൂടി വിശാലമായ നിയമ ചർച്ചകളിലേക്ക് ആണിത് പോകേണ്ടത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPIM പറയട്ടെ എന്ന ഒറ്റ പോയിന്റിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ് സർക്കാർ ഇപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയണം എന്നാണ്. അതായത് 2007 2016 എടുത്ത അതേ സ്റ്റാൻഡിൽ തന്നെയാണോ ഇപ്പോഴും സംസ്ഥാന സർക്കാർ നിൽക്കുന്നത് എന്നതിലൊരു ക്ലാരിറ്റി വരുത്തണം എന്നാണ്. രാജീവിന് എന്താണ് തോന്നുന്നത്, എന്ത് വരും ഒരു സർക്കാരിൻ്റെ വളരെ പ്രഖ്യാപിതമായ ഒരു നിലപാടായി എന്തായിരിക്കും ഇടതുപക്ഷ സർക്കാർ ഇനി സുപ്രീം കോടതിയിൽ മാർച്ച് 7 മുമ്പ് പറയാൻ പോകുന്നത്? മാർച്ച് 14 മുമ്പ് എൻ്റെ ഒരു ധാരണ അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് മാർച്ച് 14 മുമ്പ് ഇക്കാര്യത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ ഡേറ്റുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇത് സംബന്ധിച്ച് ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുക്കാതിരിക്കാനായിരിക്കും സംസ്ഥാന സർക്കാർ ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന സർക്കാരിന് അതിൽ ബാധ്യതയില്ല. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇലക്റ്റഡ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു നിലപാട് അറിയിക്കാം എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന് പറയാം. കാരണം ഇവിടെ ഇലക്ഷൻ ഡേറ്റ്സ് പ്രഖ്യാപിച്ച് കഴിഞ്ഞു, ഇപ്പോൾ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നത് ഉചിതമാകില്ല എന്ന് പറയാൻ ഉള്ളൊരു സാധ്യത സംസ്ഥാന സർക്കാരിന് മുമ്പിലുണ്ട്. അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമോ എന്നായിരിക്കും സംസ്ഥാന സർക്കാർ ആദ്യം ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞാൽ, അത് സാധിക്കുന്നില്ല എങ്കിൽ വളരെ സേഫായ, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെടുത്ത നിലപാടുകളിൽ നിന്ന് ഭിന്നമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കും എന്നാണ് എൻ്റെ തോന്നൽ. കാരണം അതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ തുല്യത, എല്ലാവർക്കും തുല്യമായ അവകാശം, ആരാധനാലയങ്ങളിൽ എല്ലാ മനുഷ്യർക്കും ഒരേപോലെ പോകാൻ കഴിയുന്നൊരു സാഹചര്യം, ഇതൊക്കെ കുറെ കൂടെ പരിഷ്കൃതമായ ഒരു ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരിഷ്കൃതമായ സമൂഹത്തിൻ്റെ പ്രകടമായ ചിഹ്നങ്ങളാണ്. അപ്പോൾ ഇതിലേക്കൊന്നും എത്താൻ ഒരു ജനത ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർക്ക് അതിനനുസൃതമായിട്ടുള്ളൊരു സർക്കാർ മതി എന്ന് വേണമെങ്കിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അവരുടെ
വികാരങ്ങൾക്ക് ഒപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ മതി എന്ന് ആലോചിക്കാവുന്നുള്ളൂ. അക്കാര്യത്തിൽ CPM-നെയോ LDF സർക്കാരിനെയോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈ അപ്പോൾ ഈ ഒരു ഡയലമ LDF സർക്കാരിൻ്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. ഞാൻ വിചാരിക്കുന്നത് ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് സത്യവാങ്മൂലമോ എന്തെങ്കിലും ഒരു അഭിപ്രായമോ സുപ്രീം കോടതിയെ അറിയിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവില്ല എന്നാണ് എൻ്റെ തോന്നൽ. 2018 വിധിയെക്കുറിച്ച് വന്ന ഒരു കമൻറ്റ്, അതിനുശേഷം വന്ന വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം മറിച്ചായിരുന്നെങ്കിൽ ഒരു കാരണവശാലും യുവതീ പ്രവേശനം അനുവദിക്കരുത്, അത് ആ വിശ്വാസത്തിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്, അതുകൊണ്ട് അത് അനുവദിക്കാൻ പാടില്ല എന്ന കാറ്റഗറിക്കലായ ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എടുത്തിരുന്നെങ്കിൽ ആ വിധി തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന ഒരു വിമർശനം അതിനുശേഷം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയും ഒരു അനിശ്ചിതത്വം നിലനിർത്തുകയും അത് അടുത്ത വിധിയിൽ കൂടി പ്രതിഫലിക്കാൻ ഇടവരികയും ചെയ്യുന്ന സാഹചര്യം LDF ഉണ്ടാക്കും എന്ന് കരുതാൻ പറ്റുമോ? അല്ല, അതാണ് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ സർക്കാരിനൊരു ക്ലിയർ സ്റ്റാൻഡുണ്ട്. അതായത് സർക്കാർ ഇപ്പോൾ ഈ വിധിന്യായം നടപ്പാക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ റിവ്യൂവിന് വെച്ചപ്പോൾ പോലും നേരത്തെ ഉള്ള വിധിന്യായം സ്റ്റേ ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക് ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു വനിത 10നും 50നും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ എനിക്ക് ശബരിമലയിൽ പോകണം എന്നാവശ്യപ്പെട്ട് വന്നാൽ അത് അനുവദിക്കുക എന്നുള്ളത് മാത്രമേ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ 2019 ജനുവരി 1-ന് ജനുവരി 1-നോ 2-നോ ആണെന്ന് തോന്നുന്നു, 2 സ്ത്രീകൾ, ബിന്ദു അമ്മിണിയും മറ്റേയാളുടെ പേര് ഞാൻ മറന്നുപോയി, രണ്ടാമത്തെ സ്ത്രീയുടെ പേര് ഞാൻ മറന്നു, ഇവർ രണ്ടുപേരെ സന്നിധാനത്തെത്തുന്നത്. അതിനുശേഷം ഇന്നോളം ആരെയും സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ, ഏതെങ്കിലും ഈ 10നും 50നും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെയും സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുനിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാലവും നിലപാടെടുത്തിരുന്നത്, ഇപ്പോഴും അതുതന്നെയാണ് ഞങ്ങളുടെ നിലപാട് എന്ന് വിശദീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഈ വിധി ഇത് വിചാരണയ്ക്ക് വെച്ചിരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളാലാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാനും അവർക്ക് കഴിയും. അതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാം എന്ന് മാത്രമേ അവർ വിചാരിക്കാനിടയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പുറത്ത് ഇതിനെ വളരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമം ഇന്നു മുതൽ, വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഇന്നു മുതൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം പോസിറ്റീവാണ് എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ തുല്യതയ്ക്കുള്ള അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കുന്നത്. ഒന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇന്ന് അവർ കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്, അഫിഡവിറ്റല്ല സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഈ റിവ്യൂവിന് അനുകൂലമാണ് എന്ന് പറഞ്ഞു. അതായത് ആരാധനാലയത്തിൽ തുല്യത എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഞങ്ങൾ എതിരാണ് എന്നാണ് BJP നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് കോടതി അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് അതേ നിലപാട് തന്നെ ഇവിടെ VD സതീശൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുൻകാലത്ത് 2018 എന്താണോ കോൺഗ്രസ് എടുത്തത് അതേ നിലപാട് തന്നെ കോൺഗ്രസ് ഇവിടെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്ക് ഈ 2 പാർട്ടികളുടെ സ്റ്റാൻഡും വിമർശന വിധേയമാകേണ്ടതാണ്. കാരണം ഇപ്പുറത്ത് തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു ആശയപരമായ സമ്മർദ്ദം CPM-ന് മേൽ സ്വന്തം അണികളിൽ നിന്നും അവരുടെ രാഷ്ട്രീയ പരിസരത്തു നിന്നും അവരുടെ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഉണ്ടായിരുന്നു. അതിപ്പോൾ അത്രയും ശക്തമായി നിലവിലുണ്ട് എന്ന് കരുതാൻ കഴിയുമോ? ഇല്ല, അത് അത്രയും ശക്തമായ നിലവിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മുൻകാലത്ത് ഇപ്പോൾ 2018 ആ വിധി വന്നതിന് ശേഷം ഇത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഇതൊരു നവോത്ഥാന പ്രക്രിയയുടെ തുടർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ടും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ പ്രചരണം ആരംഭിച്ചപ്പോൾ അതിന് CPM പ്രവർത്തകരിൽ നിന്നും CPM അണികളിൽ നിന്നും വലിയ അനുഭാവികളിൽ നിന്നും വലിയ പിന്തുണ ലഭിച്ചിരുന്നു. അന്നത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ മാത്രമല്ല, മുഖ്യമന്ത്രി അന്ന് നടത്തിയ പല മീറ്റിങ്ങുകളിലെയും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വന്നപ്പോൾ തിരിച്ചടിയായി എന്നാണ് പിന്നീട് വിലയിരുത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ CPM അണികൾക്കോ അനുഭാവികൾക്കോ ഇപ്പോൾ ഇക്കാര്യത്തിൽ വലിയ സന്ദേഹം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ സന്ദേഹം ഉണ്ടാകാനിടയുള്ളത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ തുടർഭരണത്തെ പ്രത്യക്ഷത്തിൽ എതിർക്കുകയോ പരോക്ഷമായി തുടർഭരണം വേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുകയോ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും. അവർ നേരത്തെ CPM-നൊപ്പം നിന്നുകൊണ്ട് ഈ നവോത്ഥാന ശ്രമത്തെ പിന്തുണച്ചവരാണ്. ശബരിമല സ്ത്രീ പ്രവേശന ആവശ്യങ്ങളെ പിന്തുണച്ച ആളുകൾ, ഇപ്പോൾ K. സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ സണ്ണി M. ഗബിക്വാഡിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ സാറാ ജോസഫിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരായ സാംസ്കാരിക നായകന്മാരും മുഴുവൻ ഒരു പക്ഷേ ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിലകൊള്ളണം എന്ന അഭിപ്രായം പ്രകടിപ്പിക്കും, തീർച്ചയായും പ്രകടിപ്പിക്കും. ഈ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് മാനസികമായി അപ്പുറത്ത് നിൽക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. കാരണം അപ്പുറത്ത് ആചാര സംരക്ഷണത്തിന് വേണ്ടി നിയമം കൊണ്ടുവരും എന്ന് പ്രകടന പത്രികയിൽ എഴുതി വച്ച UDF ആണ് ഇപ്പോഴും അതേ ആവശ്യം, അതേ നിലപാട് ഒരുപക്ഷെ അവർ ഈ അടുത്ത പ്രകടന പത്രികയിലും ആവർത്തിക്കാനും ഇടയുണ്ട്. നിങ്ങൾ നിലപാട് വ്യക്തമാക്കണം എന്ന് VD സതീശൻ സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ
ആചാര സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരുമോ ഇല്ലയോ എന്ന നിലപാട് നിങ്ങളും വ്യക്തമാക്കണം എന്ന് വി ഡി സതീശനോട് ആവശ്യപ്പെടാൻ ഇവിടെ ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ആവശ്യം ഉന്നയിക്കുന്നത് ഇത് ഈ തുല്യതയ്ക്ക് വേണ്ടി സർക്കാർ നിലകൊള്ളണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് കുറെ കൂടെ പുരോഗമന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹം മുന്നോട്ട് പോകണം എന്ന ആശയവുമായി നിൽക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷം മാത്രമായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്. അവരെ സംബന്ധിച്ച് സർക്കാരും ഒരു പക്ഷത്തായിരിക്കും, എതിർക്കുന്ന പ്രതിപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും ഇവരെല്ലാവരും ഒരു പക്ഷത്ത് നിൽക്കുന്ന കാഴ്ചയായിരിക്കും നമുക്ക് അവർക്ക് കാണേണ്ടി വരിക എന്നാണ് ഈ എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പുറത്താണെങ്കിലും കേരളത്തിലെ മതസമുദായങ്ങളുടെയും സാമുദായിക വിഭാഗങ്ങളുടെയും മതവിശ്വാസികളുടെയും ഭക്തരുടെയും എല്ലാം ആവശ്യം പരിഗണിച്ച് ഞങ്ങൾ ഇക്കാര്യത്തിൽ നേരത്തെയുള്ള നിലപാടിന് വിരുദ്ധമായി അക്കാര്യത്തിൽ ഭക്തസമൂഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിനനുസരിച്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണ്ടതില്ല എന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം സുപ്രീം കോടതിയിൽ. സപ്പോസ് അങ്ങനെ വരുമ്പോൾ ഈ സുവർണാവസരം പിന്നെ ഉണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഈ സുവർണാവസരം ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 3 കൂട്ടരും ഒരേ അഭിപ്രായക്കാരായി. പിന്നെയുള്ളത് ഈ സ്വർണ്ണപ്പാളി കൊള്ളക്കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ശബരിമല സംബന്ധിച്ചുള്ള ഡിസ്കഷൻ സ്കോപ്പില്ലല്ലോ. ഇപ്പോൾ സർക്കാർ ഇത് പറ്റും എന്ന് പറയുകയാണെങ്കിൽ മാത്രമാണല്ലോ ഇപ്പുറത്ത് നിന്ന് ആളുകൾക്ക് അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റുള്ളൂ. അതിൽ ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണണം. ഈ ഇപ്പോൾ ബഷീർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് ഇതൊരു യു ടേൺ സർക്കാരാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. അതായത് ഈ സർക്കാർ ഒരു പക്ഷേ നിലപാട് മാറ്റിയേക്കാം എന്ന ഭീതി രാജീവ് ചന്ദ്രശേഖരനുണ്ട്. ആ സുവർണാവസരം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന ഭീതി അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. യഥാർത്ഥത്തിൽ അല്പം കൂടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ 2016 VSന്റെ അവസാന കാലത്ത് അല്ല 2007 കൊടുത്ത അഫിഡവിറ്റിലെ ചില ഭാഗങ്ങൾ, അതായത് ഇക്കാര്യത്തിൽ തുല്യതയോടൊപ്പമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, എന്നാൽ മതപരമായ ആചാരവുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതരുമായി സുപ്രീം കോടതി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കട്ടെ എന്നൊരു നിലപാടായിരുന്നു ആ അഫിഡവിറ്റിലുണ്ടായിരുന്നത്. ആ അഫിഡവിറ്റ് തന്നെ ഉയർത്തിപ്പിടിച്ചാൽ മതി. യഥാർത്ഥത്തിൽ 2018 വിധിക്ക് ശേഷമുണ്ടായി എന്ന് കരുതുന്ന അത്യാവേശം ഒഴിവാക്കുകയും 2007 അഫിഡവിറ്റിൻ്റെ സ്പിരിറ്റ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ നിലപാട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഈ തരത്തിലുള്ള വലിയ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുകയും ചെയ്യാൻ കഴിയും. അതായിരിക്കും ഒരുപക്ഷെ എനിക്ക് അതിലേക്കും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അവിടെ നമ്മളുടെ ഒരു സൊസൈറ്റി എത്രത്തോളം ഒരു സ്യൂഡോ സൊസൈറ്റി ആണെന്നുള്ളതിൻ്റെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും 2018 ഈ വിധി വന്നപ്പോൾ ഇത് നടപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്രയും ഊർജിതമായ ശ്രമം നടന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിലുമുണ്ടൊരു പൊളിറ്റിക്കൽ ആംഗിൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വോട്ടർമാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 10 ലക്ഷത്തോളം സ്ത്രീ വോട്ടർമാർ അധികമുണ്ട് കേരളത്തിൽ. അപ്പോൾ തുല്യതയ്ക്ക് വേണ്ടി, സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിധിന്യായം വരുന്നു, അത് നടപ്പാക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീ സമൂഹം ഒന്നാകെ LDF സർക്കാരിനൊപ്പം നിൽക്കും എന്ന തെറ്റിദ്ധാരണയുടെ പുറത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇറങ്ങിത്തിരിച്ചത്. ശബരിമലയുടെ കാര്യത്തിൽ പക്ഷേ അത് നടക്കില്ലായിരുന്നു. ശബരിമലയുടെ കാര്യത്തിൽ അത് നടക്കില്ലായിരുന്നു. അത്ര ഡീപ്പായ ഒരു വിശ്വാസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡീപ്പായിട്ടുള്ള വിശ്വാസം പോലും അല്ല അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആചാരം അവിടെ നിലവിൽ വന്നത് പോലും വളരെ വൈകി മാത്രമാണ്. 1980കളിലോ മറ്റോ ആണ് ഈ ആചാരം അവിടെ നിലവിൽ വരുന്നത്. അതിനു മുമ്പ് ഇങ്ങനൊരു ആചാരം അവിടെ ഇല്ല. മാത്രമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട എത്രയോ ആചാരങ്ങൾ പിൽക്കാലത്ത് മാറ്റിയിട്ടുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പവും അവിടെ ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ അവിടുത്തെ വിഗ്രഹത്തിൻ്റെ പേര് പോലും അയ്യപ്പനെന്നും ധർമ്മശാസ്താവെന്നും മാറി മാറി ഉപയോഗിച്ച ചരിത്രം അവിടെയുണ്ട്. അതും ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ഈ കേസിൽ അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ദൈവത്തിന്റെ പേര് പോലും അവിടെ മാറ്റപ്പെടുന്നത്. പക്ഷേ അതിലൊന്നും ഒരു ആചാരലംഘനം ഉണ്ടായി. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് റെഡി ടു വെയിറ്റ് എന്നത് ഒരു പൊതു അഭിപ്രായമായി അതിനുശേഷം ഉയർന്നു വന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, അതായത് ഒരു തുല്യതയ്ക്ക് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഒക്കെ സംസാരിക്കുന്ന വളരെ ലൗഡായി സംസാരിക്കുന്ന ഒരു സൊസൈറ്റി എത്രമാത്രം എന്താ പറയുക ഒരു വ്യാജ ഇമേജാണ് പുറത്തേക്ക് കൊടുക്കുന്നത് എന്നാണ് 2018 ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരു ഗവൺമെൻറ് ഇത്തരത്തിൽ വിശദീകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് നേരത്തെ ബഷീർ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇത് അഫിഡവിറ്റ് കൊടുക്കുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമോ, അല്ലെങ്കിൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് വരെ ഇത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നാലോചിക്കും എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വളരെ ക്ലിയർ കട്ടായിട്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ നേരത്തെ ഉണ്ടാകുന്ന നിലപാട് മാറ്റി ഭക്തരുടെ പൊതുവികാരം മാനിച്ചുകൊണ്ട്
ഞങ്ങളുടെ നിലപാട് ഇതാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ആചാരപരമായ കാര്യങ്ങളിൽ ഈ പണ്ഡിതർ തീരുമാനിക്കട്ടെ. പണ്ഡിതർ എന്ന് സ്വയം അവകാശപ്പെടുന്നവരോ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നവരോ തീരുമാനിക്കട്ടെ എന്ന് പറയുക എന്നുള്ളതേ പറ്റുള്ളൂ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇത് ഒരു വിഭാഗത്തിൻ്റെ കാര്യം മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാ കാര്യത്തിലും സർക്കാരുകൾ അതേ നിലപാട് തുടരേണ്ടി വരും. ആ അപകടം അവിടെയുണ്ട്. അപ്പോൾ ഇതൊരു ഒരു തുല്യതയുള്ള സമൂഹമായി മാറാൻ പാകത്തിലുള്ളൊരു നിലപാട് ഒരു കാരണവശാലും ഈ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാനില്ല. മറ്റ് രണ്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രധാന പ്രതിപക്ഷമായ UDFനോ അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കാനില്ല, BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാത്രം ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ നേട്ടകോട്ടങ്ങൾ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുകയും ചെയ്യും എന്ന് മാത്രമേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. ബഷീറിന് അങ്ങനെയല്ലേ തോന്നുന്നു. അതിനപ്പുറം ശബരിമലയോടൊപ്പം ഉയർന്നു വരുന്ന വേറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ശബരിമലയോടൊപ്പം സുപ്രീം കോടതി പരിഗണിക്കും എന്ന് കരുതുന്ന ലിസ്റ്റ് ചെയ്യപ്പെട്ട മറ്റ് വിഷയങ്ങളുണ്ട്. ദർഗകളിലും പള്ളികളിലും മുസ്ലിം സ്ത്രീകൾക്കുള്ള പ്രവേശനം. ഗുജറാത്തിലെ ദാവൂദി ബോറ മുസ്ലിങ്ങളുടെ സ്ത്രീകളുടെ ചേലാകർമ്മം സംബന്ധിച്ച് അതിൻ്റെ നിയമ സാധുത. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും മറ്റുമുള്ള പാഴ്സി ജനവിഭാഗത്തിലെ പാഴ്സികളല്ലാത്ത പുരുഷന്മാരെ വിവാഹം ചെയ്ത സ്ത്രീകൾക്ക് ഈ അവരുടെ ക്ഷേത്രങ്ങളിൽ കയറുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിലക്ക്. ഇത്രയും പ്രശ്നങ്ങളാണ് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇന്ത്യയുടെ ചരിത്രത്തിലെ തുല്യതയുമായി ബന്ധപ്പെട്ട അത്യപൂർവമായ ഒരു മൊമെൻ്റാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത്. അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനെ ഈ വിധത്തിൽ ക്ലബ് ചെയ്യുന്നതിന് അന്ന്, അതായത് ഈ 3:2 വിധി വന്നപ്പോൾ, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ബെഞ്ചിൽ നിന്ന് ഈ വിധി വരുമ്പോൾ അതിനോട് വിയോജിച്ച ജസ്റ്റിസുമാരായ RF നരിമാനും ജസ്റ്റിസ് DY ചന്ദ്രചൂഡും അവർ കൃത്യമായി ഇതിനോട് വിയോജിക്കുന്നുണ്ട്. ഇത് ശബരിമലയുമായി കൂട്ടിക്കെട്ടാവുന്ന വിഷയങ്ങളല്ല. ഇത് പ്രത്യേകം തന്നെ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. മുസ്ലിം സ്ത്രീകളുടെ പള്ളികളിലും ദർഗകളിലുമുള്ള പ്രവേശനം, അതുപോലെ ദാവൂദി ബോറ വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ ചേലാകർമ്മം, പാഴ്സി വിഭാഗത്തിലെ മന്യമതത്തിൽപ്പെട്ട ആളുകളെ വിവാഹം ചെയ്ത പാഴ്സി സ്ത്രീകൾക്ക് അവരുടെ അമ്പലങ്ങളിൽ കയറാൻ പറ്റുമോ, ആരാധനാലയങ്ങളിൽ കയറാൻ പറ്റുമോ, ഇത് മൂന്നും സെപ്പറേറ്റ് വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇതുമായിട്ട് ക്ലബ് ചെയ്യരുത് എന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ ക്ലബ് ചെയ്യുന്നതിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വിഷയങ്ങൾ മുഴുവൻ ക്ലബ് ചെയ്യുന്നതിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പോൾ കേരള സർക്കാർ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ അനുകൂലിക്കുന്നു എന്നാണ് ഞങ്ങളുടെ നിലപാട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഇതിന് പാരലായിട്ടൊരു അഡീഷണൽ ലൈൻ കൂടെ വരും. അതായത് കേരളത്തിലെ മുസ്ലിം പള്ളികളിലും ദർഗകളിലും സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുകൂടിയാണ് ഒന്നിച്ചാണ് ഇത് പരിഗണിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതുകൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ സർക്കാരിന് കഴിയില്ല. അവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊരു പഴുതുണ്ട്. ഇത് മൊത്തത്തിലുള്ളൊരു വിഷയമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മൊത്തത്തിലേ ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇത് മതസ്വാതന്ത്ര്യത്തിന് ഭരണഘടന മതവിശ്വാസം അനുഷ്ഠിക്കാൻ നൽകുന്ന സ്വാതന്ത്ര്യത്തിന് വിഘാതമായ കാര്യങ്ങൾ ഇതിൽ പരിഗണനാ വിഷയങ്ങളായി വരുന്നുണ്ട്. അത് വ്യവച്ഛേദിച്ചതിന് ശേഷം ഞങ്ങൾ അഭിപ്രായം പറയാം എന്ന് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് പറയാം. അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷേ ഇത് വലിയ അപകടകരമായ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആസ് വെൽ ആസ് ഒരു ലീഗൽ സിറ്റുവേഷൻ ഈ പറയുന്ന ഈ എല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലുണ്ട്. വളരെ വിശാലമായൊരു നിയമ വ്യാഖ്യാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നത്. ഈ 7 പോയിന്റ് ഒന്ന് നോക്കിയാൽ ഇന്റർപ്ലേ ബിറ്റ്വീൻ റിലീജിയസ് ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി, അതാണ് അതിൻ്റെ മർമ്മം. റിലീജിയസ് ഫ്രീഡവും മനുഷ്യരുടെ തുല്യതയും തമ്മിൽ പരസ്പരം കലഹിക്കുന്ന ഭാഗങ്ങൾ എവിടെയാണ്, അതിലുള്ള നിയമപരമായ വ്യാഖ്യാനം എന്താണ്, ഇതാണ് പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് എന്നത് സംബന്ധിച്ച് അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ സ്കോപ്പ് എത്രമാത്രമാണ്, മീനിങ് ഓഫ് മൊറാലിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഈ ഭരണഘടനയിൽ ഇതുവരെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഈ ധാർമ്മികതയും ഭരണഘടനാ ധാർമ്മികതയും, ഈ രണ്ട് പ്രയോഗങ്ങളുടെ വ്യാഖ്യാനം എന്താണ്. അതോടൊപ്പം തന്നെ എക്സ്റ്റെൻറ്റ് ഓഫ് ജുഡീഷ്യൽ ഇൻക്വയറി ഇൻടു റിലീജിയസ് പ്രാക്ടീസസ്, അതായത് ഒരു വിഭാഗം ആചരിക്കുന്ന അവരുടെ ആചാരപരമായ കാര്യങ്ങളിലേക്ക് നിയമത്തിൻ്റെ കണ്ണിന് എത്രമാത്രം നോക്കാൻ പറ്റും എന്ന പരിശോധന. അതോടൊപ്പം തന്നെ ഈ സെക്ഷൻസ് ഓഫ് ഹിന്ദു എന്നതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ അർത്ഥവ്യാഖ്യാനം. അതോടൊപ്പം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് ആർട്ടിക്കിൾ 26, അതായത് ഈ റിലീജിയസ് പ്രാക്ടീസസിന് ആർട്ടിക്കിൾ മീൻസ് 26-ാം വകുപ്പിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന പരിശോധന. അതോടൊപ്പം രാജീവ് നേരത്തെ പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ ആ മതവിഭാഗവുമായോ ആ ആചാരം പുലർത്തുന്ന ജനവിഭാഗവുമായോ ബന്ധമില്ലാത്ത ആളുകൾക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വഴി സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൻ്റെ പരിധി എത്ര, ഈ 6-7 കാര്യങ്ങളാണ് സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ പോകുന്നത്.
തീർച്ചയായും ഇത് ശബരിമലയ്ക്കപ്പുറത്തേക്ക് പോകുന്നതും എല്ലാ ജനവിഭാഗത്തെയും ബാധിക്കുന്നതും ഇന്ത്യയിലെ സ്ത്രീകളുടെ തുല്യതയ്ക്കുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയായി തീരേണ്ടതുമാണ് സുപ്രീം കോടതിയുടെ ഈ റിവ്യൂവിന് ശേഷം വരുന്ന വിധിന്യായം. പക്ഷേ നമ്മുടെ ചർച്ച കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ശബരിമലയിലേക്ക് ചുരുങ്ങുന്നു. അതും വളരെ റിഗ്രസീവായ ഒരു മാതൃകയിൽ ആ ചർച്ച പോകുന്നു. ഇതിപ്പോൾ ഒരു സുവർണാവസരമാണ് എന്ന് ബഷീറിന് തോന്നുന്നുണ്ട്. ഇപ്പോഴും ഇതൊരു സുവർണാവസരമായി ഉപയോഗിക്കപ്പെടും, അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത അവിടെ തുറന്നു കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, അത് CPIM ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പെരിഫറലായ വിഷയങ്ങളിൽ ബഹളമുണ്ടാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ മാത്രമേ സാധിക്കൂ എന്ന അന്തരീക്ഷം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉന്നയിക്കാവുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ പോപ്പുലിസ്റ്റായ, വളരെ പെട്ടെന്ന് ജനങ്ങളെ ബാധിക്കും, ഇമോഷണലായി ബാധിക്കും എന്ന് അവർ വിചാരിക്കുന്ന കാര്യങ്ങളാവും. അതുകൊണ്ടൊരു പക്ഷേ മീഡിയ നെറേറ്റീവ്, ഇന്ന് തന്നെ ഇപ്പോൾ രാജീവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ ഇപ്പോൾ ഒരു ഉത്തരം കിട്ടണം എന്ന മട്ടിലാണ്. ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ് എന്നതും ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു നിയമപ്രശ്നമാണ് എന്നതും വളരെ വിശാലമായ 7 അത് മാധ്യമങ്ങൾ പരിഗണിക്കുന്നില്ല. പകരം ഇപ്പോൾ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. VD സതീശൻ ആവശ്യപ്പെടുന്നത് സർക്കാരിൻ്റെ നിലപാട് പറയൂ, സുപ്രീം കോടതി പറഞ്ഞല്ലോ, നിങ്ങളുടെ നിലപാട് പറയൂ, ഇപ്പോൾ തന്നെ പറയണം എന്നാണ്. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും വളരെ പെരിഫറലായ മേലെ പൊങ്ങി നിൽക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ ഇലക്ഷനറിങ് നടത്താൻ കഴിയൂ എന്ന അന്തരീക്ഷമുണ്ട്. അതിൻ്റെ സമ്മർദ്ദം പരസ്പരം ഇവരെ ബൈൻഡ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന വിധി 2018 വന്നതിനെ തുടർന്ന് വിശാലമായ മറ്റു പല വിഷയങ്ങളും കൂടി ചേർത്ത് വെച്ച് വിശാലമായ ഒരു 7 ക്വസ്റ്റ്യൻസിന്, 7 ചോദ്യങ്ങൾക്ക്, അതിൽ ആ 7ഉം ഭരണഘടനയുടെ വിവിധ വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് സുപ്രീം കോടതി ശ്രമിക്കുന്നത്. അതിനൊരു 9 അംഗ ബെഞ്ച് വൈകാതെ രൂപവൽക്കരിക്കപ്പെടും. അത് ഏത് വിധത്തിലുള്ള രാഷ്ട്രീയ വെല്ലുവിളികളും മറുപടികളും ധ്രുവീകരണങ്ങളുമാണ് കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണാം. എന്തായാലും ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. വരും ദിവസങ്ങളിൽ ശബരിമല തന്നെയായിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ പോകുന്നത് എന്നുള്ളതിൽ തർക്കം വേണ്ട. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.